ശ്രീമതി ഭാഗ്യലക്ഷ്മി, എത്രത്തോളം ഒരു വ്യക്തി വേദന അനുഭവിച്ചു, ആ വേദനയുടെ തുടർച്ച എത്രത്തോളം ഉണ്ട് എന്നത് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയതിൽ കൂടെ അത് വ്യക്തമാണല്ലോ. എന്താണ് പറയാനുള്ളത്? ഇത് ഇന്നും ഇന്നലെയല്ല അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് ആ കോടതിയിൽ വന്ന അന്ന് മുതൽ അവൾ അനുഭവിച്ച് ആ 2 മണിക്കൂർ അവൾ ഒരു വണ്ടിക്കകത്ത് അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ക്രൂരതയാണ് അതിനകത്ത് എല്ലാവരും കൂടി അവളോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അവൾ ഇതെല്ലാം സഹിച്ച് 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 എങ്ങനെയെങ്കിലും ഈ കേസിൽ ഒടുവിൽ വിധി വരട്ടെ, അവൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അനീതിക്ക് എതിരെ ഒരു നീതി കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇത്രയും കാലം ക്ഷമിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എല്ലാവർക്കും ഒരു അഭയം എന്ന് പറയുന്നത് ഇവിടുത്തെ കോടതികളാണ്. ആ കോടതിയിൽ നിന്നാണ് ഈ മെമ്മറി കാർഡ് ആരാണ് ആക്സസ് ചെയ്തെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. ഇതൊരു ജഡ്ജിന്റെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു മെമ്മറി കാർഡാണ്. അവരുടെ ജഡ്ജിന്റെ സെക്യൂരിറ്റിയിലാണ് അത് ഇരിക്കുന്നത്. അവിടെ നിന്ന് അത് ആരെടുത്തു, ആര് കണ്ടു എന്നതിന്റെ ഉത്തരം കോടതി പറഞ്ഞല്ലേ പറ്റൂ. അതിന്റെ അന്വേഷണം ഹൈക്കോടതി വിചാരണ കോടതിക്ക് കൊടുത്തപ്പോൾ ആ തിരിച്ച് റിപ്പോർട്ട് കോടതി ഇവൾക്ക് കൊടുക്കുന്നില്ല. അത് അവകാശമുള്ള ആ വ്യക്തിക്ക് കൊടുക്കാതെ അപ്പോഴും അവർ അതിന്റെ ആവശ്യമില്ല. ആ 15 ദിവസം അവളെ മാനസികമായി പീഡിപ്പിച്ചത് പോരാതെ പിന്നെ പല രീതിയിലും നമുക്ക് പലതും പുറത്തു പറയാൻ സാധിക്കുന്നില്ല. പല രീതിയിലും ആ കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് എന്ത് തരം നിയമമാണ്, ഇത് എന്ത് തരം നീതിയാണെന്ന് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് എല്ലാം ഇത് പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. ഇത് സമൂഹം അറിയേണ്ട കാര്യമാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കുള്ള ഒരു വലിയ ആശ്വാസം എന്ന് പറയുന്നത് അത് വളരെയധികം മനസ്സിലാക്കുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും അധികം ആശ്വസിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും. നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാനുള്ള ഒരു ഊർജം തരുന്നൊരു മറുപടിയാണ് നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇത് അവൾ ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് അങ്ങ് അറ്റം വരെ എവിടെ വരെ ഇത് പോയാലും നീതി കിട്ടുന്നത് വരെ, കാരണം അത്രമാത്രം ഇതിൽ അനീതി നടന്നിട്ടുണ്ട്. ഇതിവിടെ സിനിമയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് സിനിമയാണോ? കോടതി സമയം കഴിഞ്ഞതിന് ശേഷം 9:45 10:00 ഒക്കെ ആർക്ക് വേണമെങ്കിലും എടുത്ത് കാണാമെന്ന ടിക്കറ്റ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്താണിത്? ഇത് മറുപടി പറഞ്ഞേ പറ്റൂ. ഇത് ഇന്ന് ഈ കുട്ടിക്ക്, നാളെ ഇനി വേറൊരു പെൺകുട്ടിക്ക്, നാളെ മറ്റൊരു പെൺകുട്ടിക്ക്, ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകും. പണമുള്ളവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയല്ലേ ഇവിടെ നടന്നത് ഇത്രയും ദിവസം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇപ്പോ ആ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തായാലും വന്നിട്ടുണ്ട്. 2018 ഡിസംബർ 13 ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു. രാത്രി 10:52 നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നായിരുന്നു മൊഴി. ഞാൻ ചോദിക്കട്ടെ, ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ആർക്കാണ് 10:00 ശേഷം ആർക്കാണ് ഇത് കാണിക്കാൻ കൊടുക്കുന്നത്? കോടതി ഇല്ലാത്ത സമയത്ത് എന്തിനത് കാണിക്കുന്നു? അങ്ങനെ കാണിക്കുന്നെങ്കിൽ തന്നെ അതിജീവിതയുടെ അഡ്വക്കേറ്റും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമല്ലേ ഇത് ആർക്കും കാണിക്കാനുള്ള അവകാശം? അത് കോടതി സമയത്തല്ലേ കാണിക്കാൻ പാടുള്ളൂ. അതല്ലാതെ നമുക്ക് തോന്നുന്ന സമയത്തൊക്കെ ആർക്കൊക്കെ കാണണോ? നിങ്ങൾക്ക് കാണണോ? എന്നാ 10:30 11 12 ഇതെന്താ സിനിമ ഷോ ആണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ഒരു അതിക്രമമാണ് ആ മെമ്മറി കാർഡിൽ. അതെന്താ കണ്ട് രസിക്കുകയാണോ? ശരി, വളരെ നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചവരെ. നമ്മൾ